അപ്പോൾ ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് അഗ്ലോണിമയാണ്. ഇത് നടുന്നതിന് മുമ്പായിട്ട് ചെടിച്ചട്ടിയിൽ ആദ്യമേ കുറച്ച് ഓട് പൊട്ടിയത അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടിക പൊട്ടിയത എടുത്തിടുക. അതിനുശേഷം തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് തേങ്ങയുടെ പൊതിമടൽ എന്ന് പറയും, തൊണ്ടെന്ന് പറയും, കട്ട് ചെയ്ത് എടുത്തിട്ട് അതിട്ട് കൊടുക്കണം. ഇത് രണ്ട് വിടണമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ നനവ് എപ്പോഴും ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കോഴി വളവും മണ്ണും കൂടി, ഞങ്ങളുടെ ഇവിടുത്തെ കറുത്ത മണ്ണാണ്, ആ മണ്ണും കൂടി മിക്സ് ചെയ്തതാണിത്. അത് ആദ്യമേ ഇട്ട് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ചെടി വെക്കുക. വെച്ചുകൊണ്ട് മാത്രമേ ബാക്കി മണ്ണൊക്കെ ചുറ്റിന് വിടാവുള്ളൂ. ഇങ്ങനെയാണ് ഇവിടെ ചെടി, എല്ലാ ചെടിയും തന്നെ നട്ടിരിക്കുന്നത്. എല്ലാം ഇതേ സെയിം തന്നെയാണ് നട്ടിരിക്കുന്നത്. നട്ടിട്ട് ഇപ്പം ഇതൊരു 3 മാസമേ ആയിട്ടുള്ളൂ ഇത് ഇത്ര വലുതായിട്ട്. അപ്പോൾ ഇതിൽ നിറയെ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് കൂടി ആയിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തെ ഒരു അഗ്ലോണിമ നട്ടിട്ട് 3 മാസം കൊണ്ട് ഉണ്ടായ വളർച്ചയാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വളം ഇനി അധികം വലുതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ അകത്ത് നല്ല വളം ഉള്ളത് കൊണ്ടല്ലേ. പിന്നെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു 6 മാസം കൂടുമ്പം ഈ ചെടി റീപ്ലാന്റേഷൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മൊത്തം ഫുള്ളായിട്ട് തിക്കായിട്ടും വേരായിരിക്കും. അതാണ് ഒരു പോയിന്റ്. ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അഗ്ലോണിമ നടുമ്പോൾ അങ്ങനെ ചെയ്യണം അല്ലേ. 3 മാസം കൂടുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ചെടിച്ചട്ടി നമ്മൾ പൊട്ടിയെടുക്കണമെങ്കിൽ കാണാം ഇതിന്റെ ചുറ്റിനും മൊത്തം വേരായിരിക്കും. അത് ഇവിടെ വേര് ഞങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതല്ലേ. അപ്പൊ വേര് നമ്മൾ എന്നിട്ട് കട്ട് ചെയ്ത് മൊത്തം ഫുള്ള് കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് റീപ്ലാന്റേഷൻ ചെയ്യണം. അതല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റിയ പ്ലാന്റുകൾ വല്ലതും ഇവിടെ ഉണ്ട്? അതിനകത്തുണ്ട്. അതല്ല ഇത് കണക്ക് വേര്, ഇത് കണക്ക് കുറേ അധികം വേരുകളുണ്ടാവും. ഈ വേരെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് റീപ്ലാന്റേഷൻ ചെയ്യേണ്ടതാണിത്. അതല്ലേ. ഈ പ്ലാന്റ് ഇസഡ് പ്ലാന്റ് അല്ലേ. അതെ അതെ. ഇത് ഇത് ഒരുപാട് നേഴ്സറികളിൽ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിപ്പോ റിപ്പോർട്ട് ചെയ്ത് കാണിക്കാൻ പോയാണല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് വെട്ടുന്നുണ്ട്. ഇത്രയും വെട്ടിയാലും നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉള്ളത് മൊത്തം ഈ തൊണ്ട് ഈ തൊണ്ട് വെച്ചിരുന്നതാണ്. നമ്മൾ നേരത്തെ നട്ടപ്പോൾ തൊണ്ടിട്ട് വെച്ചിരുന്നതാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇത് എത്ര മാസം കൂടിയപ്പോഴാണ് ഇപ്പൊ ഇതിപ്പോ നമ്മൾ വെട്ടുന്നത് ഇങ്ങനെ? ഇതിപ്പോ ഒരു 7 മാസത്തോളം ആയിട്ടുണ്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണം. ഇതെല്ലാം വേരെല്ലാം ചെത്തി കളയണമെന്ന് മതി. അല്ല, അത് കളയുമ്പോൾ നല്ലോണം കളയണത്. അതല്ലേ. ഇത് നമ്മളൊരു ഗാർഡനിസ്റ്റ് പഠിപ്പിച്ചു തന്നതാണ്. അതല്ലേ. ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കളയണം. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഇതിനൊക്കെ ചെടികളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ആണ് നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ റെഡി ഐഡിയാസ് ഒക്കെ തരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ചെടികൾ വാങ്ങിക്കുന്നവർക്ക് ഇത് എങ്ങനെ നടണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഗൈഡ് ചെയ്യും അല്ലേ. ഇതുപോലെ അടർത്തി മതി. ഇതിപ്പം ഒരു 3 ചട്ടിക്കകത്ത് വെക്കാനുള്ള സാധനമുണ്ട്. ശരി ചേട്ടാ, എനിക്ക് ഒരെണ്ണം വേണേ. അടിപൊളി. അപ്പം ഞാനിവിടെ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ്. അപ്പൊ ഇതൊരു 7 ഇതിന് എത്ര മാസം കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം? ഇത് നട്ട് വളർത്തി 7 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഇതിനൊക്കെ രണ്ടാമത് ഇത് ചെയ്താൽ മതി അല്ലേ. 6-7 മാസം കഴിയണം. അപ്പോഴത്തേക്ക് ഈ ശിഖരങ്ങളും ഇതുപോലെ തന്നെ ശിഖരങ്ങൾ വരുമ്പോൾ ഇതുപോലെ തന്നെ അടർത്തി വേറൊരു ചട്ടിയിലോട്ട് വയ്ക്കുക. ഇത് നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ലീഫ് ഉള്ളതിന് തന്നെ 1000-1500 രൂപ റേറ്റ് വരുന്നുണ്ട്. അതെ. ഇത്ര വലുതൊന്നും അങ്ങനെ കാണാറില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ വളത്തിന്റെ ഐഡിയ. അപ്പൊ ഇനി ഇവിടെ നിന്ന് വളവും മേടിച്ചോണ്ട് പ്ലാന്റിന്റെ ഒരിക്കലും ഇനി ഈ വേരുകൾ തിരിച്ച് ഇതിൻ്റെ അകത്ത് ഇടാൻ പാടില്ല.
കല്ലൊക്കെ എടുക്കാം, കല്ല് നമുക്ക് എടുക്കാം. മണ്ണ് നമ്മൾ ഈ മണ്ണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു 6-7 മാസം ആ മണ്ണ് അങ്ങനെ സെപ്പറേറ്റ് കൂട്ടിയിടണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇത് രണ്ടാമത് ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മണ്ണിൻ്റെ അകത്ത് ഒരു ഫംഗസ്, വെള്ള പൗഡർ പോലത്തെ ഒരു ഫംഗസ് ഉണ്ടാവും. ആ ഫംഗസ് വരും. ഞാനിത് ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഒരു ചെറിയ ഇതുപോലും ഇത്രയും പോലും ഇല്ലായിരുന്നു. ഇതിൻ്റെ പകുതി പോലും ഉള്ള ഒരു പീസാണ് കൊണ്ടുവന്നത്. പക്ഷേ നമ്മളിവിടുത്തെ ആ വെച്ച രീതി അനുസരിച്ച് തൊണ്ട് ഇഷ്ടികയും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നനയ്ക്കുമ്പോഴത്തേക്ക് ആ നനവ് എത്ര ഉള്ള കാരണമാണ് ഇത്രയും നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്നത്. അത് ഈ ആരോഗ്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ കോഴിവളം ഇട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ കണക്ക് തൊണ്ടും ഇഷ്ടിയും കൂടി വെക്കാന്നുണ്ടെങ്കിൽ എപ്പോഴും നനവുമായി. അത് കാരണം ഇത്ര ഇതുണ്ടെങ്കിൽ കൂടുതൽ ചെടി ഉണ്ടാകുകയും ചെയ്യും. കൂടുതൽ ചോട് ഇപ്പൊ ഈ ഒരു ചോട് കട്ട് ചെയ്തപ്പോൾ തന്നെ 3 ചോട് കിട്ടിയില്ല. അതെ അതെ. അപ്പൊ ചെടികൾ വലുതാകുന്ന അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പ്ലാന്റ് മാറ്റി കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇതാകത്തുള്ളൂ. ഇതെല്ലാം ഇതിന്റെ ചോട്ടിൽ നിന്ന് തന്നെ കിഴങ്ങിന്ന് തന്നെയാണ് ഇനി അടുത്തത് പറഞ്ഞത്. ഇതിപ്പോ ഇതിനകത്ത് നിന്ന് അടുത്തത് ഇനിയിപ്പോ വന്നോളൂ. അതെ അതെ അതെ. അത് കണക്കാണ് ഇതിൻ്റെ അകത്തും വന്നോളൂ. അത് പിന്നെ റീപ്ലാന്റേഷൻ ചെയ്യുമ്പോൾ വേര് മാക്സിമം അടുപ്പിച്ച് വെട്ടി കളയണം. അത് നമുക്ക് തോന്നത്തില്ല, ഒരു സങ്കടം തോന്നും. ഇതിന്റെ പുതിയ വേര് വന്നിട്ടാണ് ഇനി അതിനെ നമുക്ക് കൂടുതൽ വിത്തുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ വേരുകൾ വേണം. അത് വരണമെന്നുണ്ടെങ്കിൽ ഈ വേര് നമ്മൾ അടുപ്പിച്ച് വെച്ച് തന്നെ കട്ട് ചെയ്യണം. അത് എന്നെ ഈ ചെടി വെക്കാൻ പഠിപ്പിച്ച പുള്ളിക്കാരൻ പറഞ്ഞ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ സാധാരണ ഒരു കൊമ്പ് കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂത്ത കൊമ്പല്ലേ വെക്കത്തുള്ളൂ. ഒരിക്കലും മൂത്ത കൊമ്പ് വെക്കരുത്. ഏറ്റവും മുകളിലത്തെ ഇളത്ത കമ്പില്ലേ അതേ വെക്കാവുള്ളൂ. വെക്കണത് തന്നെ ഇപ്പം ഈ ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കവരയില്ലേ, കവരയുടെ തൊട്ട് പറ്റേന്ന് ഇതിനെ ഒടിക്കണം. ഒടിച്ചിട്ട് ഈ ഇലേനെ നിർത്തിക്കൊണ്ട് തന്നെ അത് ആ ഭാഗം അത്രയും വെച്ചാൽ മതി. അത് പെട്ടെന്ന് പിടിച്ചു വരും. ഇവിടെ ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന മിക്ക ചെടിയും ആ പുള്ളിക്കാരൻ്റെ ഐഡിയ അനുസരിച്ച് പുള്ളിക്കാരൻ അവിടെ നിന്ന് പിടിപ്പിച്ചു തന്നവരെ ഉണ്ട്. അപ്പൊ ഇസഡ് പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിമെന്റ് ചട്ടിയിൽ ഒരു കാരണവശാലും സിമെന്റ് ചട്ടി വെക്കരുത്. മൺചട്ടി അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്. എന്താ വെച്ചാൽ ഇത് റീപ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ സിമെന്റ് ചട്ടി ആകുമ്പോഴത്തേക്ക് സിമെന്റിന്റെ ആ ഇതിൽ ഗ്രിപ്പിലെല്ലാം വേര് കയറി പിടിക്കും. പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് നമുക്ക് തട്ടി ഊരി എടുക്കുമ്പോഴത്തേക്ക് ആ വേരും ഫുള്ളായിട്ട് പോരും. അത് കണക്ക് തന്നെ മൺചട്ടിക്കകത്തും അത് കണക്ക് തന്നെ പോരും. പക്ഷേ സിമെന്റ് ചട്ടിക്കകത്ത് നമുക്ക് പോരുകയല്ല. അത് കാരണം കഴിയുന്നതും ചെടി വെക്കണതെല്ലാം പ്ലാസ്റ്റിക്കിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ മൺചട്ടിക്കകത്ത് തന്നെ വെക്കണതാണ് നല്ലത്. പിന്നെ മൺചട്ടി കൂടുതൽ ഇപ്പൊ ഈ പ്ലാസ്റ്റിക് യുഗമായത് കാരണം പ്ലാസ്റ്റിക്കിന്റെ അകത്ത് വെക്കാം, അല്ലാതെ സിമെന്റ് ചട്ടിക്കകത്ത് വെക്കരുത്. ലില്ലി വൈറ്റ്. അപ്പൊ എനിക്ക് നമ്മുടെ ഇത് ലില്ലി വൈറ്റ് ആണ് കേട്ടോ. അപ്പൊ വേറൊരു ചെടി എനിക്ക് വേണം ചേട്ടാ, ഒന്ന് വന്നേ. അപ്പൊ നമുക്ക് വേറൊരു ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടി കാണിച്ചു തരാം. പണ്ടുണ്ടായിരുന്ന ചെടിയാണ്. ഇതല്ലേ ആന്റിയുടെ കയ്യിൽ ഇത് പണ്ട് ഇഷ്ടമാതിരി ഉണ്ടായിരുന്ന ചെടിയാ. ഇപ്പൊ അത് കാണുമ്പോ പിന്നെയും കൊതിയാ. ഇവിടെ വേറെ നമ്മൾ ഇളക്കി വെച്ചില്ലായിരുന്നു. അല്ല എന്റെ ഒരു കൊമ്പ്, അതിന്റെ കൊമ്പ് ഇത് ഫേവറേറ്റ് ചെടിയാ പണ്ട്. ഭയങ്കരമായിട്ട് പിടിപ്പിച്ചിരുന്ന ഈ മറ്റു വേറൊരു ചെടി കാണിക്കാം. ചെടിയല്ല, മരുന്ന്, ഔഷധമാണ്. ഇതാണ് കരിങ്കുറിഞ്ഞി. ഇങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ ഔഷധ സസ്യമാണ്. ഇതിന്റെ എന്തിനാ യൂസ് ചെയ്യണേ? ഇത് കർക്കിടകത്തിൽ കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് നല്ലതാണ് ഇതിന്റെ ഇല. പിന്നെ നമ്മള് ഇവിടെ പനിക്കൂർക്കയൊക്കെ നേരെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതെല്ലാം പറമ്പിൽ ഇങ്ങനെ ആവശ്യം വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് ജീവികൾക്കൊക്കെ കൊടുക്കാൻ കൂടി ആയതുകൊണ്ട് ഈ സാധനം ട്രിപ്പല്ലി എന്ന് പറയും. അത് 2 ടൈപ്പ് ഉണ്ട്. ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നതാണ്. ഇനി ഒരെണ്ണമുണ്ട് വള്ളി പോലെ കുരുമുളക് പോലെ പടർന്നു പോകും. പിന്നെ അതിനെ അത് പ്രിസർവ് ചെയ്യേണ്ട ഒരു ചെടി തന്നെയാണ്. ഇത് ഒരു വെറൈറ്റി പ്രാവാണല്ലോ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കുക. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ആ വീഡിയോ പിൻ ചെയ്ത് വയ്ക്കാം.
ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.